ഞാൻ ഡോക്ടർ MP മണി. 3-4 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഒരു ദിവസം കുറച്ച് പ്രായമായ ഒരാൾ എന്നെ കാണാൻ വന്നു. അദ്ദേഹം തന്നെ രോഗം പറഞ്ഞു വാതമാണ്, ചികിത്സിച്ചിട്ട് കുറയുന്നില്ല. അപ്പോൾ ഈ കുറേ പഴയ കുറിപ്പടികൾ അദ്ദേഹം കൊണ്ടുവന്നിരുന്നത്, അത് ഞാൻ ഓരോന്നോരോന്നായി എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതിൽ ഈ പാരമ്പര്യ വൈദ്യന്മാരുടെ കുറിപ്പടികളുണ്ട്, ആയുർവേദ ബിരുദധാരികളുടെ കുറിപ്പടികളുണ്ട്, ബിരുദാനന്ദ ബിരുദധാരികളുടെ കുറിപ്പടികളുണ്ട്. അപ്പോൾ ഈ കുറിപ്പടികൾ എഴുതിയ മരുന്നുകൾക്ക് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കഷായം, അരിഷ്ടം, തൈലം, കുഴമ്പ്, വേറെ ചില മരുന്നുകൾ, ഇങ്ങനെ വലിയ വ്യത്യാസങ്ങളില്ല ഈ കുറിപ്പടികൾ മൊത്തത്തിൽ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ. ഈ പേരുകളിൽ അല്ലറ ചില്ലറ മരുന്നുകളുടെ പേരുകളിൽ അല്ലറ ചില്ലറ വ്യത്യാസങ്ങളുണ്ട് എന്നല്ലാതെ ഒരു എടുത്തു പറയാനുള്ള വ്യത്യാസങ്ങളില്ല. ഞാനിതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വന്ന മനുഷ്യൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു: ഈ 3 കൂട്ടരും തമ്മിൽ എന്താ വ്യത്യാസം? അത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ 3 പേര് തമ്മിൽ എന്താ വ്യത്യാസം? എനിക്കതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കത് അറിയില്ല, എനിക്ക് എൻ്റെ വ്യത്യാസം പറയാനേ അറിയൂ. അതാണ് ഇന്ന് നിലവിലുള്ള ആയുർവേദ രംഗത്തെ ഏറ്റവും വലിയ ഒരു അപജയം. ഇതാർക്കാണ് അറിവുള്ളവർ, ആർക്കാണ് അറിവില്ലാത്തവർ, ആർക്കാണ് വിവരമുള്ളത്, വിവരമില്ലാത്തവരാണ്, ഇതൊന്നും ആർക്കും അറിയില്ല. ആകെ ഒരു ബഹളമാണ്. ഈ ആയുർവേദ കോളേജിൽ പഠിച്ചവർക്കൊരു വിവരമില്ലെന്ന് ചില പാരമ്പര്യ വൈദ്യന്മാർ പറഞ്ഞു നടക്കുന്നു. പാരമ്പര്യ വൈദ്യന്മാർ എന്ന് പറയുന്നവർ എവിടെയും പോയി പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അവർക്കൊട്ടും വിവരമില്ലാന്ന് ആയുർവേദ കോളേജിൽ പഠിച്ചിറങ്ങിയവരും പറയുന്നു. ഇതിവിടെ ഒരു വലിയ പ്രശ്നമാണ്. ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാവുന്നൊരു കഥയാണത്. അപ്പോൾ എനിക്ക് ഒരുപാട് പാരമ്പര്യ വൈദ്യന്മാരെ അറിയാം. എനിക്ക് അവരോട് വലിയ ബഹുമാനമായിരുന്നു. കാരണം ഈ ഒരുപാട് അറിവുകൾ അവർ പങ്കുവയ്ക്കാൻ തയ്യാറായിരുന്നു. അവരുടെ കയ്യിലുള്ള ഒരുപാട് അറിവുകൾ, വളരെ ലളിതമായ അറിവുകൾ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത്തരം അറിവുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കാര്യമായിട്ട് ചെയ്യേണ്ടത്. നേരെ തിരിച്ചും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നോക്കി ചില പാരമ്പര്യ വൈദ്യന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ആയുർവേദ കോളേജിൽ പഠിച്ചിറങ്ങിയതൊക്കെ ഒരു വിവരമില്ല. അത് മുഖത്തൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ചിരിക്കും അവരോട്, അല്ലാതെ മറുപടി പറയാൻ പോകാറില്ല. കാരണം അത് അവരുടെ ശരിയാണ്, അതിനെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ആർക്കാണ് വിവരം, ആർക്കാണ് വിവരമില്ലാത്തതെന്ന് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് വലിയ ആശയക്കുഴപ്പത്തില്ല. അതിൻ്റെ ഫലമായി സംഭവിച്ചത് വളരെ വളരെ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആയുർവേദ ഡോക്ടർമാർക്ക് രോഗികൾ കുറഞ്ഞു വരുന്നു. ഈ അടുത്ത ദിവസം എൻ്റെ സതീർത്ഥരായ ചിലർ വിളിച്ച് പറഞ്ഞത്, ഒരാൾ പറഞ്ഞു, ഈച്ചയായിട്ടിരിക്കുക ഒരു മനുഷ്യൻ വരുന്നില്ല. വേറൊരു സതീർത്ഥൻ പറഞ്ഞത് 2 മാസമായി ഒരു രോഗി വന്നിട്ട്, ഒരു പേഷ്യൻ്റ് വന്നിട്ട് 2 മാസമായി. അത് വല്ലാത്തൊരു അപകടത്തിലേക്കാണ് നമ്മളിവിടെ ആയുർവേദ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ ഈ റോഡിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും ചില ആയുർവേദ മരുന്ന് കടകളിൽ കയറി ചോദിക്കും, ഇങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, ഭംഗിയായിട്ട് പോകുന്നില്ലേ? എന്ത് ഭംഗി, വളരെ അപകടത്തിലാണ് കാര്യങ്ങൾ, വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുക എന്നാണ് അവരുടെ ഭാഷ. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ആർക്കും ശ്രദ്ധയില്ല. ഈ കണക്കിനധികം പോവുകയാണെങ്കിൽ ആയുർവേദ കോളേജുകളിൽ പഠിക്കാൻ കുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഒരു സംശയം വേണ്ട. കാരണം പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് സർക്കാർ ജോലി കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ്. അത് പണ്ട് ഒരു ആയുർവേദ ലേഡി ഡോക്ടർ ബോർഡ് ഉണ്ട് ഇവിടെ, ഈ മദ്യപാനത്തിൽ നിന്നൊക്കെ മോചന ലഹരി വിമുക്ത കേന്ദ്രത്തിൻ്റെ മുന്നിൽ. അപ്പോൾ ഞാൻ ഒരു ദിവസം കണ്ടപ്പോൾ ചോദിച്ചു, എന്തിനാ അവിടെയൊക്കെ പോയിരിക്കുന്നത്? അവർ പറഞ്ഞ മറുപടി, വീട്ടിലൊരു മനുഷ്യൻ കാണാൻ വരില്ല, അവിടെ പോയാലും ഒരു 10,000 രൂപ കിട്ടും മാസം, അതുകൊണ്ട് പോയിരിക്കുക എന്ന് പറഞ്ഞു. നോക്കൂ, ഒരു ആയുർവേദ ബിരുദധാരിക്ക് വെറും 10,000 രൂപയ്ക്ക് പോയിരിക്കേണ്ട ഗതികേട് വരികയാണ്. ആയുർവേദം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണത്. എന്നിട്ടും ആയുർവേദക്കാർ പഠിക്കില്ല. ഇവിടെ പരസ്പരം പാരോപ്പ്, ഗുണ്ടായിസം, കൊട്ടേഷനൊക്കെ ആയിട്ട് അവരങ്ങനെ നടക്കുക. പുതിയ കാര്യങ്ങൾ പറയാൻ പാടില്ല. ഞാൻ 1968 ആയുർവേദ കോളേജ് ചേരുന്നത്. 69 ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ അംഗമായി. അപ്പോൾ അവിടെ വന്നൊരു സംഭവം, ഈ ഏറെക്കുറെ സുഖൻ്റെ എല്ലാ വിഷയങ്ങളുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നിടത്തൊക്കെ പോയിരിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
അങ്ങനെ വരുമ്പോൾ ഈ ആ കാലം തൊട്ട് തന്നെ എന്നോട് ചിലർ ചോദിക്കും ആയുർവേദം ശാസ്ത്രമാണോ? ഞാൻ പറയും ശാസ്ത്രമല്ല. കാരണം പരീക്ഷണസിദ്ധമായി തെളിയിക്കപ്പെട്ട അറിവുകളാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ഈ വാദം പിത്തം കഫം മുതലെല്ലാം അനുമാനങ്ങളാണ്, ഒന്നും പരീക്ഷണസിദ്ധമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതന്ന് പറയുകയും എഴുതുകയും ചെയ്യുന്നതിന് എന്നെ ഉപദേശിച്ചിട്ടുണ്ട് ചില ആയുർവേദ മഹാന്മാർ. അങ്ങനെ പറയാൻ പാടില്ല. ആയുർവേദം ബ്രഹ്മാവ് പറഞ്ഞു തന്നതാണ്. ഇത് ഋഷിപ്രോക്തമാണ്, ഇതിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല. എത്ര നികൃഷ്ടമായ മറുപടി ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ചില രോഗികൾ എന്നോട് ഇത്തരം സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയും, കാലത്തിനനുസരിച്ച് അറിവ് പുതുക്കാത്തൊന്നും ശാസ്ത്രമാവില്ല, അത് കാലഹരണപ്പെട്ട അറിവായി മാറും. അതിന് ഞാൻ അവർക്ക് കൊടുക്കാറുള്ള ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ടെലിഫോണാണ്. ഒരു കാലത്ത് നമ്മൾ ലാൻഡ് ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ലാൻഡ് ഫോണ് വീട്ടിൽ വെക്കണമെങ്കിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ 2 കമ്പികൾ നമ്മുടെ വീട് വരെ വരണം. മാത്രമല്ല ഈ ഫോണെന്ന് പറയുന്ന യന്ത്രം എവിടെയെങ്കിലും ഒരു മേശപ്പുറത്ത് വെച്ചാൽ അത് അവിടെ വെക്കാനേ പറ്റും, എടുത്ത് അപ്പുറത്ത് പോയി കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്ഥിതി അതല്ല. ഇപ്പോൾ നമ്മൾ പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അത് ഫോൺ മാത്രമല്ല, അതിൽ ഒരുപാട് സംവിധാനങ്ങൾ വന്നു. അതുപോലെ ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നാട് മുഴുവൻ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വിദ്യാഭ്യാസം നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ടായിട്ട് ഇപ്പോൾ ഇവിടെ ഒറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ ബുദ്ധിമുട്ടല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാലഹരണപ്പെട്ട അറിവുകളായി മാറുകയാണ്. അതൊക്കെ അറിവുകളാണ്, പക്ഷേ കാലഹരണപ്പെട്ട അറിവുകളാണ്, ഇന്നത്തെ അറിവല്ല. പക്ഷെ ആയുർവേദത്തിൽ ഈ മാറ്റം സംഭവിച്ചില്ല. അത് ഏതോ നൂറ്റാണ്ടിൽ എഴുതി വെച്ച, ഏതോ തലമുറയിൽ എഴുതി വെച്ച ആ ശ്ലോകങ്ങളും പാടി നടക്കുകയാണ് ഇപ്പോഴും. ഇതിന് മാറ്റം വരുത്തിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഈ മാറ്റങ്ങൾ നേരത്തെ തുടങ്ങിയത്, അതുകൊണ്ടാണ് ഈ ഒരുപാട് എഴുതാൻ കഴിഞ്ഞത്. പക്ഷെ ആയുർവേദ സമൂഹം ഇത് കാണുന്നത് വേറെ രൂപത്തിലാണ്. ഞാൻ ആയുർവേദത്തിൻ്റെ ശത്രുവാണ് എന്നുള്ള നിലയ്ക്കാണ്. ഒരിക്കലും അവർ കോട്ടയത്തൊരു സമ്മേളനത്തിൽ ഇത് പ്രഖ്യാപിച്ചു, ഇയാൾ വർഗ ശത്രുവാണെന്ന്. മാത്രമല്ല ഒരു പ്രമുഖ മലയാളം പത്രത്തിൻ്റെ ഒരു പത്രാധിപ സമിതി അംഗം എന്നോട് പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞത്, നിങ്ങളുടെ കുറച്ച് നല്ല ആയുർവേദ ഡോക്ടർമാർ സുഹൃത്തുക്കൾ ഇവിടെ വന്നിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഡോക്ടർ എം പി മണിയുടെ ലേഖനങ്ങൾ ദയവ് ചെയ്ത് അച്ചടിക്കരുതെന്ന് പറയാം. ഇതാണ് ആയുർവേദക്കാരൻ്റെ സംസ്കാരം. ഇത് വളരെ അവരറിയുന്നില്ല ഇതിൻ്റെ അപകടം. ഇത് കാലാനുസൃതമായി അറിവ് പുതുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ആയുർവേദ കോളേജുകളിൽ രോഗികളുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിച്ച് നോക്കണം. അപ്പോഴേ ഇതിൻ്റെ കാര്യം അറിയുള്ളൂ. ഏതായാലും ആയുർവേദ കച്ചവടം ഏറെക്കുറെ വളരെ പരിതാപാവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം, ഇപ്പോഴല്ല, ഏറെക്കുറെ കുറച്ച് കാലമായി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റേതായ പഠനങ്ങളിലൂടെ പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഒരുപാട് പുതിയ അറിവുകളുണ്ട്. ഈ അറിവുകൾ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിൻ്റെ അടിവേരുകൾ അഷ്ടാംഗഹൃദയത്തിൽ കാണാൻ കഴിയും. അതായത് 10 വർഷം മുമ്പ് വന്ന ഒരു അറിവ് അമേരിക്കയിൽ നിന്നാണ്, പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ. അവിടെ ഈ അമിതവണ്ണമുള്ള ചില രോഗികളിൽ ഈ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയ ചെയ്തപ്പോൾ അവരിലെ പ്രമേഹം മാറി, പൂർണ്ണമായിട്ട് മാറി, 100% മാറി. അതാ രസം, ഈ ഒരു ചെറിയ ശസ്ത്രക്രിയ. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് പുതിയ അറിവ് വന്നത്. അമിതമായി ശേഖരിച്ചു വെച്ച കൊഴുപ്പും അണുബാധയുമാണ് പ്രമേഹം ഉണ്ടാകുന്നതിന് കാരണം. ആയുർവേദം ഈ ദുർമേധസ്സാണ് പ്രമേഹം ഉണ്ടാകുന്നതിന് കാരണം എന്നാണ് അഷ്ടാംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദുർമേധസ് എന്ന് പറയുന്നത് അമിതമായി ശേഖരിച്ചു വെച്ചാൽ കൊഴുപ്പ് തന്നെയാണ്. അതുപോലെ ഈ 2002 എന്നാണ് എൻ്റെ ഓർമ്മ, ഒരു പുതിയ പഠനം ഇതുപോലെ വന്നു. ലെഗ് പെയിൻ ആൻഡ് ക്രാംസ്, രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ കാലുകളിൽ വേദനയും ഈ പേശിയിൽ കൊച്ചുവരും, മസിൽ കയറ്റം, ഇതുണ്ടാവുന്നതാണ് ഹൃദയാഘാതത്തിൻ്റെയും പക്ഷാഘാതത്തിൻ്റെയും മുന്നറിയിപ്പുകൾ ഒരുപാട് പേരിൽ. കാരണം ധമനികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നവരിൽ അത് ഹൃദയാഘാതത്തിൻ്റെയും പക്ഷാഘാതത്തിൻ്റെയും മുന്നറിയിപ്പാകാം. കൃത്യമായ ഒരു രക്തപരിശോധന നടത്തി അതിൻ്റെ കാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പരിഹാരം കണ്ടാൽ ആ തരത്തിലുള്ള ഹൃദയാഘാതങ്ങളും പക്ഷാഘാതങ്ങളും പൂർണ്ണമായി പ്രതിരോധിക്കാൻ കഴിയും. ഇത്
അഷ്ടാംഗഹൃദയത്തിൻ്റെ വാദശോണിതം എന്ന് പറയുന്ന വിധാനത്തിൽ 16-ാമത്തെ 18-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന കാര്യമാണ്. ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഈ നീർക്കെട്ട് എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. ഈ ഈ കൊച്ചുവരി ഉണ്ടാകുന്നതും അതിൻ്റെ കാരണങ്ങളും ഈ ത്രിദോഷ സിദ്ധാന്തത്തിൻ്റെ രീതിയിൽ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ച് ഈ പുതിയ ചികിത്സയിലൂടെ മുന്നോട്ട് പോകാനാണ് ആയുർവേദക്കാർ ശ്രമിക്കേണ്ടത്. പുതിയ അറിവിനെ നിഷേധിക്കലാവരുത്. അങ്ങനെ ഈ പുതിയ അറിവിലൂടെ ഇതുപോലെ ഒരുപാട് പുതിയ അറിവുകളുണ്ട്. അതായത് ഈ പണ്ടൊക്കെ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഈ രോഗി മരുന്ന് ഡോക്ടർ ഇത്രയും കാര്യങ്ങളെ ഉണ്ടായിരുന്നു. അതിനപ്പുറം വിഷയം ഉണ്ടായിരുന്നില്ല. കുറച്ച് കൊല്ലങ്ങളായിട്ട് ഒരു മാറ്റം വന്നിട്ടുണ്ട്. മനസ്സെന്നൊരു ഘടകം അവർ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മാനസിക സംഘർഷം രോഗമുണ്ടാകാൻ കാരണമാകുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ചികിത്സയിൽ ആ സമീപനം സ്വീകരിക്കുന്നുണ്ട്. അത് ആയുർവേദം ഈ അഷ്ടാംഗഹൃദയം എന്നാണ് ഇപ്പോഴത്തെ അടിസ്ഥാന ടെക്സ്റ്റ് നമ്മുടെ ആയുർവേദ കോളേജിൽ. ഇത് തുടങ്ങുന്നതന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ്. മാനസിക സംഘർഷത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചാണ്. മാത്രമല്ല ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മനസ്സിൻ്റെ സ്വാധീനം വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. മാനസിക രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യം ആ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധൈര്യാത്മാദി വിജ്ഞാനം മനോദോഷ ഔഷധം പരം. ധൈര്യം, ആത്മവിശ്വാസം, ഇതിനൊക്കെ അവിടെ എടുത്ത് പറയുകയാണ്. അപ്പോൾ മനസ്സിൻ്റെ സ്വാധീനം രോഗങ്ങളിൽ എങ്ങനെ ഉണ്ടാകുന്നത് ഏറ്റവും വ്യക്തമായും വിശദമായും വിവരിച്ചിട്ടുള്ള ടെക്സ്റ്റാണ് അഷ്ടാംഗഹൃദയം. പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇത് ആയുർവേദ കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഒന്നുമല്ല, അവർക്ക് ഇതേക്കുള്ള ഋഷിപ്രോക്തമാണ്. ഇതിനപ്പുറം അവർക്കും ചിന്തിക്കാൻ കഴിയില്ല. അതാ രോഗികൾ വരാത്തത്. ഈ മനസ്സെന്ന് പറയുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കഥയാണ്. ഞാൻ ആയുർവേദ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു MBBS ഡോക്ടറെ കൂടെ പോകുമായിരുന്നു ഒഴിവ് ദിവസങ്ങളിൽ. കാരണം ഈ രോഗനിർണയം കൃത്യമായി പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പോയത്. അദ്ദേഹം പഠിപ്പിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചില രോഗികളിൽ അന്ന് ഈ ഡയസെപ്പാം എന്നുള്ള മരുന്ന് കാമ്പോസ് എന്നുള്ള പേരിൽ മാർക്കറ്റിലുള്ള കാലമാണ്. കാമ്പോസ് അതാണത്. അപ്പോൾ ഒരുപാട് രോഗികളിൽ ഈ ഡോക്ടർ രാത്രി ഒരു കാമ്പോസും പകുതി അര കാമ്പോസ് രാവിലെയും കൊടുക്കാറുണ്ട് ചില രോഗികളിൽ. അപ്പം ഞാനത് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇത് കഴിക്കുന്ന രോഗികളിൽ ഏത് രോഗമായിട്ട് സന്ധിവാതമോ അൾസറോ ഏത് രോഗമായാലും പെട്ടെന്ന് രോഗശമനം നേടാൻ കഴിയുന്നുണ്ട്. അപ്പം ഞാനൊരു ദിവസം ഈ ഡോക്ടറോട് ചോദിച്ചു, എന്താണ് ഇത് കൊടുക്കുന്നതിൻ്റെ സയൻസ്? അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ഒറ്റ വാക്കാം, ടു സെറ്റ് റൈറ്റ് ദ മൈൻഡ്. എത്ര എളുപ്പമായി. അപ്പോൾ മാനസിക സംഘർഷം കുറഞ്ഞപ്പോൾ അത് ഈ വഴിക്ക് ചിന്തിച്ച ഒരുപാട് അലോപ്പതി ഡോക്ടർമാരുണ്ടായിരുന്നു. അതല്ലേ എനിക്കൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ടു സെറ്റ് റൈറ്റ് ദ മൈൻഡ്, എത്ര എളുപ്പമുണ്ട് കാര്യം. അപ്പോൾ ഇപ്പോഴും ഈ ആയുർവേദം പറഞ്ഞത് ഈ ടു സെറ്റ് റൈറ്റ് ദ മൈൻഡാണ് ചികിത്സയുടെ കാര്യത്തിൽ. പക്ഷേ ചെയ്യാൻ താല്പര്യമില്ല അവർക്ക്, അവിടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഞാനത് മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സമീപനമാണ് ആയുർവേദ ആസ്മയുടെ കാര്യത്തിൽ ഒരു പുതിയ ഗവേഷണ സിദ്ധാന്തം MG യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ചത്. ആസ്മയുടെ കാരണം അലർജിയല്ല, അത് പൂർണ്ണമായും കടുത്ത മാനസിക സംഘർഷമാണ്. ഈ മാനസിക സംഘർഷത്തിൽ മാത്രം ഉണ്ടാകുന്ന രോഗമാണ് ആസ്മ. അത് 2 മണിക്കൂർ ചർച്ച ചെയ്താൽ വേണമെങ്കിൽ പരിഹരിക്കാം. പുതിയ സിദ്ധാന്തം രോഗി ഉൾക്കൊള്ളാൻ തയ്യാറായാൽ 2 മണിക്കൂർ കൊണ്ട് ഈ രോഗം മാറും. പിന്നെ ഒരു ഫോളോ അപ്പ് കൊടുക്കണമെന്നേ ഉള്ളൂ, കാര്യമായി വരുന്നൊന്നും വേണ്ട. കാരണം അതാണ് എൻ്റെ രസം. ആസ്മ രോഗി രാത്രി ശ്വാസം വിട്ട് കണ്ണൂർച്ച് എഴുന്നേൽക്കുന്നത് രാത്രി 5:30 ഒരു ഉറക്കത്തിനിടയിലാണ്. ഈ സമയത്ത് കൂടെ ഒരു അലർജിക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത്. വളരെ സിമ്പിൾ സംഭവമല്ലേ അത്. ഇത് അട്ടിമറിച്ചു. ആയുർവേദ ലോകം ഇത് എങ്ങനെയൊക്കെ അട്ടിമറിക്കാമെന്ന് ഒരു ഗവേഷണം തന്നെ നടത്തി. നോക്കൂ, എത്ര നികൃഷ്ടമായ ചിന്താഗതിയാണത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ പോക്ക് ഒരു നല്ല വഴിക്കല്ല, ഇപ്പോൾ വളരെ പരിതാപകരമായ വഴിയിലാണ്. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഈ തമ്മി പാരവെപ്പ്, കുശമ്പ്, അസൂയ, കുരുട്ട്, ചതി ഇങ്ങനെ പോവുകയാണെങ്കിൽ പുതിയ അറിവുകൾ ഒന്നും വായിക്കാതെ ചർച്ച ചെയ്യാതെ രോഗികളോട് പറയാതെ, കാരണം രോഗികൾക്ക് ഇവർ പറയുന്നത് മനസ്സിലാകണമെന്നില്ല, പോയാൽ
കുറേ കൊല്ലം കഴിയുമ്പോൾ ആയുർവേദത്തിൻ്റെ സ്ഥാനം കാഴ്ച ബംഗ്ലാവിലായിരിക്കും. അതാണ് പറയാനുള്ളത്.